കാര്യമാണ്. അതെ അമ്മേ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറെ സംസാരിക്കാനുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ സുഗമോ ദേവിയിൽ ആ ഞെട്ടിക്കുന്ന ദുരന്തം സംഭവിക്കുന്നു. ഇത് ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയാണ്. ദേവികയ്ക്ക് ഇത് മുട്ടം പണി തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ പ്രഭാവതി ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട്, നന്ദന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മോളെ, അവൻ എന്തെങ്കിലും കടുകൈ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ദേവികയുടെ അടുത്ത്. അപ്പൊ ദേവിക പറയുന്നുണ്ട്, നന്ദു എന്ത് ചെയ്താലും ഇനി എനിക്കൊരു കുഴപ്പമില്ല, നന്ദൻ ആകെപ്പാടെ മാറി കഴിഞ്ഞു എന്ന് പറയാണ്. പോരാത്തിന് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ നന്ദനിട്ട് പൂരിച്ചടക്കുന്നുണ്ട്. നീ ആർക്കു വേണ്ടിയാണ് ഈ ചെയ്യുന്നതൊക്കെ, നിന്നെ ആരോ കെണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനെ എടുത്തിട്ട് ചാമ്പുന്നുണ്ട് അല്ലെ. നന്ദനാണെങ്കിൽ ഇതൊക്കെ കേട്ട് സഹി കേട്ടിട്ട് മുറിയിൽ പോയി കഥ കടച്ചിരിക്കുന്നുണ്ട്. ആര് വിളിച്ചിട്ടും തുറക്കുന്നില്ല. ലാസ്റ്റ് പ്രഭാവതി ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നുണ്ട്, നന്ദ കഥക തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇസബെല്ലയും നമ്മുടെ ഇസബെല്ലയുടെ പപ്പയുണ്ടല്ലോ, അദ്ദേഹവും ആ പോലീസുകാരൻ, അദ്ദേഹവും കൂടെ ഫോണിൽ എന്തോ കേട്ടിട്ട് അകപ്പാട് ഞെട്ടി തകർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ നന്ദൻ വല്ല കടുങ്കൈ ചെയ്തതായിരിക്കുമോ, എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക അല്ലെ. നന്ദൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരും കൂടെ നമ്മുടെ ദേവികയുടെ തലയിൽ വരും, ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരും അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കനോട്ടപ്പെടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.